بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. قال الإمام النجدي رحمه الله: باب ما جاء في قول الله تعالى: ولئن أذقناه رحمة منا من بعد ضراء مسته ليقولن هذا لي وما أظن الساعة قائمة ولئن رجعت إلى ربي إن لي عنده للحسنى. സൂറത്ത് ഫുസ്സിലത്തിൽ 50-ാമത്തെ ആയത്ത്. വലയിൻ അദഖനാഹു റഹ്മതൻ മിന്ന മിൻ ബഅദി ضراء مسته ليقولن هذا لي. മനുഷ്യന് എന്തെങ്കിലും കഷ്ടത ബാധിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള റഹ്മത്ത്, കാരുണ്യം അവന് അനുഭവിപ്പിച്ചു കൊടുത്താൽ മനുഷ്യൻ പറയും, തീർച്ചയായും അവൻ പറയും, ലയഖൂലന്ന ഹാദാ ലി, ഹാദാ ലി, ഇത് എനിക്ക് അവകാശപ്പെട്ടതാണ്, ഇത് ഞാൻ ചെയ്ത അമല് കൊണ്ടാണ് എനിക്കിത് ലഭിച്ചത്, എന്റെ ഇൽമു കൊണ്ട് ഞാൻ നേടിയതാണ് എന്നവൻ പറയും. وما أظن الساعة قائمة, ഖിയാമത്ത് നാള് നിലവിൽ വരും എന്നവൻ വിചാരിക്കുന്നില്ല. വലഇൻ റുജിഅ്തു ഇലാ റബ്ബി ഇന്ന ലി ഇൻദഹു ലൽ ഹുസ്ന, എന്റെ റബ്ബിങ്കലേക്ക് ഇനി ഞാൻ മടക്കപ്പെടുകയാണെങ്കിലോ അവന്റെ അടുക്കൽ എനിക്ക് തീർച്ചയായും ഏറ്റവും മെച്ചപ്പെട്ട സംഗതിയാണ് ഉണ്ടായിരിക്കുക എന്നും അവൻ മനസ്സിലാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള ഒരു റഹ്മത്ത് അല്ലെങ്കിൽ ഒരു നിഅമത്ത് നൽകിക്കഴിഞ്ഞാൽ മനുഷ്യൻ അവകാശപ്പെടും, അത് എനിക്ക് അവകാശപ്പെട്ടതാണ്, ഇതെന്റെ പരിശ്രമം കൊണ്ട് ഞാൻ നേടിയതാണ്. ഇത് അള്ളാഹുവിന്റെ നിഅമത്തിനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇദാഫത്ത് ചെയ്യുന്നതിൽപ്പെട്ടതാണ്. മുമ്പ് നമ്മൾ 3 ബാബിലേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ബാബ്. ഇദാഫത്തുൻ നിഅം ഇലാ ഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരിലേക്ക് നിഅമത്തിനെ ചേർത്തി പറയുക എന്നുള്ളത്. ഖാല മുജാഹിദുൻ ഹാദാ ബിഅമലി വഅന മഹ്ഖൂഖുൻ ബിഹ്, അതായത് വലൈൻ അദഖനാഹു റഹ്മതൻ മിന്നാ മിൻ ബഅദി ضراء مسته ലയഖൂലന്ന ഹാദാ ലി, ലയഖൂലന്ന ഹാദാ ലി, തീർച്ചയായും ഇതെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഹാദാ ബിഅമലി, ഇതെന്റെ അമല് കൊണ്ടാണ്, ഞാൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ നിഅമത്ത് നൽകപ്പെട്ടത്. വഅന മഹ്ഖൂഖുൻ ബിഹ്, ഇതിന് ഞാൻ അവകാശപ്പെട്ടവനാണ്. വഖാല ഇബ്നു അബ്ബാസ് യുരീദു മിൻ ഇൻദി, വേറൊരു തഫ്സീർ, മിൻ ഇൻദി, എന്നിൽ നിന്നുള്ളതാണ്, അതായത് എന്റെ പരിശ്രമ ഫലമായിട്ടുള്ളതാണ്. അദാഫഹുല്ലാഹു ഇലൈഹി, فقوله قال إنما أوتيته على علم عندي, കാറൂൻ പറഞ്ഞത് എന്റെ അടുക്കലുള്ള ഇൽമും കൊണ്ട് എനിക്ക് നൽകപ്പെട്ടതാണ്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. വഹാദാ അൽ ഉജബ് മിൻ ഫിഅലി ഖാറൂൻ, ഖാറൂനിന്റെ ഉജബിൽപ്പെട്ടതാണ്, സ്വന്തത്തിൽ ആശ്ചര്യപ്പെടാം, സ്വന്തത്തിൽ അത്ഭുതം കൂടും. വഹാദാ കുഫ്റുൻ ബിനിഅമത്തില്ലാഹ് വഇജാബു ബിന്നഫ്സ്, അല്ലാഹുവിന്റെ നിഅമത്തിനെ കളവാക്കുന്നതിൽപ്പെട്ടതാണ്, അതിനോട് കുഫ്ർ ചെയ്യുന്നതിൽപ്പെട്ടതാണ് സംസാരം. വമാ അദുന്നു സ്സാഅത ഖായിമ, ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് അവൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ ദുനിയാവിലേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, അതിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ അവൻ ആഖിറത്തിനെ മറക്കും. بعد أن انغمس في الدنيا نسي الآخرة.
ഗമിസ ഫി ദുനിയ നുസിയൽ ആഖിറ. ദുനിയാവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആഖിറത്തിനെ മറന്നുപോകും. ബിഖിലാഫിൽ മുഅ്മിൻ ഇദാ അസാബത്ഹു ദർറാ ലജഅ ഇലല്ലാഹ്. എന്നാൽ ഒരു മുഅ്മിൻ അങ്ങനെയല്ല. നേരെ മറിച്ചൊരു മുഅ്മിൻ അവനെന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ, എന്തെങ്കിലും കഷ്ടത അവന് ബാധിച്ചാൽ അള്ളാഹുവിലേക്ക് അവൻ അഭയം തേടും. സുമ്മ ഇദാ കശഫഹ, എന്നിട്ട് ആ കഷ്ടത നീങ്ങിപ്പോയാലോ, വജദ ബഅദ ദാലിക ലദ്ദ വസുറൂർ, അവന് ആനന്ദം, ആസ്വാദനം, സന്തോഷം അനുഭവപ്പെടും. യഷ്കുറുല്ലാഹ് അലാ ദാലിക്, അല്ലാഹു തആല അതിന്റെ പേരിൽ അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യും. وقوله قال إنما أوتيته على علم عندي قال قتادة على علم مني بوجوه المكاسب. وقال آخرون على علم من الله أني له أهل. على علم مني, എന്നിൽ നിന്നുള്ള ഇൽമു കൊണ്ടാണ് എനിക്ക് നൽകപ്പെട്ടത്. ചില മുഫസ്സിരികൾ പറഞ്ഞു അള്ളാഹുവിൽ നിന്നുള്ള ഇൽമു കൊണ്ടാണ് ഞാൻ അതിന് അവകാശപ്പെട്ടവനാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിക്കഴിഞ്ഞാൽ പറയാം അതെനിക്ക് അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടല്ല, നേരെ മറിച്ച് ഞാൻ അതിന് അവകാശപ്പെട്ടവനായതുകൊണ്ടാണ് എനിക്ക് നൽകപ്പെട്ടത്. وهذا معنى قول مجاهد أوتيته على شرف. وقال شيخ الإسلام ابن تيمية رحمه الله كلمات الله جوامع. ഈ പറയപ്പെട്ടുള്ള ഒരു തഫ്സീറുകൾ മൊത്തം, അതായത് ഏതാണ് ലയഖൂലന്ന ഹാദാ ലി എന്നതിന് പറഞ്ഞിട്ടുള്ള തഫ്സീറുകളാണ് ഇതെല്ലാം. ഇമാം മുജാഹിദ്, അതുപോലെ ഇബ്നു അബ്ബാസ്, ഖതാദ, അതുപോലെയുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ള തഫ്സീറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമാത്തുകൾ ജവാമിയാണ്. എന്നുവെച്ചാൽ ഒരു വാക്കിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ പറയപ്പെട്ട എല്ലാ തഫ്സീറുകളും അതിന്റെ മആനി, അതിന്റെ അർത്ഥങ്ങളും ഒക്കെ സഹീഹാണ്. فهذا يدل على أن هذه المعاني كلها صحيحة. كلمات الله جوامع. അവനൊരു നിഅമത്ത് നൽകപ്പെട്ടാൽ അവൻ പറയും ഇത് എന്നിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്റെ ഇൽമു കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അല്ലെങ്കിൽ അവൻ പറയും അല്ലാഹു തആലയാണ് എനിക്ക് നൽകിയത്, പക്ഷെ ഞാൻ അതിന് അർഹതപ്പെട്ടവനായതുകൊണ്ട് കൊണ്ടാണ് എനിക്ക് നൽകപ്പെട്ടത്. അന അസ്തഹിഖു ദാലിക് ലൈസ മിൻ ഫദ്ലിഹി വലാ മിൻ റഹ്മതി. അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടോ അവന്റെ റഹ്മത്തിൽ നിന്നോ എനിക്ക് കിട്ടിയതല്ല, നേരെ മറിച്ച് അന മുസ്തഹിഖുൻ, ഞാൻ അതിന് അവകാശപ്പെട്ടവനായതുകൊണ്ടാണ്. വവാജിബുൻ അലല്ലാഹി അൻ യുഅതീനി, അല്ലാഹുവിന്റെ മേലെ നിർബന്ധമാണ് എനിക്ക് നിഅമത്ത് നൽകാന്നുള്ളത് എന്നവൻ പറയും. അല്ലെങ്കിൽ പറയും ഊതീതുഹു ബിഖുവതി വഇൽമി ലൈസ മിൻ അല്ലാഹ്, എന്റെ ഖുവത്ത് കൊണ്ടും എന്റെ ഇൽമു കൊണ്ടും എനിക്ക് കിട്ടിയതാണ്. പത്രത്തിലുള്ള വിശ്വാസം വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് കുഫ്റാണ്. بمناسبة هذا الباب لكتاب التوحيد أن إضافة النعمة لغير الله قدح في توحيد الربوبية والألوهية. നിഅമത്തുകളെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയുക എന്നുള്ളത് തൗഹീദിന്റെ മേലെയുള്ള ആക്ഷേപമാണ്, അതിനെ നിന്ദിക്കലാണ്. തൗഹീദ് റുബൂബിയ്യത്തിലും തൗഹീദ് ഉലൂഹിയ്യത്തിലും സംഭവിക്കുന്ന പോരായ്മയാണ്. ഈ തരത്തിലുള്ള ബാബ് ഈ കിതാബ് തൗഹീദിൽ ആവർത്തിച്ച് പറയാനുള്ള കാരണം അതെന്തിനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്? ഹാദാ യദുല്ലു അലാ അഹ്മിയതി ഹാദൽ അംർ, ഈ കാര്യത്തിന്റെ പ്രാധാന്യത്തെ കൊണ്ടാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പല ബാബുകളിലായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. لأن إضافة النعمة إلى الله من كمال التوحيد. നിഅമത്തിനെ അല്ലാഹുവിലേക്ക് ഇദാഫത്ത് ചെയ്യുക, ചേർത്തി പറയുക എന്നുള്ളത് തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഇൽമു നൽകി, സമ്പത്ത് നൽകി, ഇണയെ നൽകി, അല്ലെങ്കിൽ ദുന്യവിയായതോ ദീനിയായിട്ടുള്ളതോ ഏത് നിഅമത്താകട്ടെ, അല്ലാഹു തആല നിനക്ക് ഹിഫ്ള് നൽകി,
അമല് നൽകി, അതുപോലെ തന്നെ ബുദ്ധി നൽകി, അതേപോലെ തന്നെ ഹിർസ് നൽകി. ഫഅലൈക അൻ തുദീഫ ഹാദിഹി ഇലല്ലാഹ്. അത്തരത്തിലുള്ള എല്ലാ നിഅമത്തുകളും, ദീനിയായതോ ദുന്യവിയായതോ, എല്ലാ നിഅമത്തുകളും അള്ളാഹുവിലേക്ക് ചേർത്തി പറയണം. സ്വർഗത്തിന്റെ അഹ്ലുകാർ പറഞ്ഞതുപോലെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവരെന്താണ് പറഞ്ഞത്? വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നേർവഴിക്ക് നയിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴി പ്രാപിക്കുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് ആ നിഅമത്തിന്, ഹിദായത്ത് എന്ന് പറയുന്ന നിഅമത്തിന് അവർ ചേർത്തി പറഞ്ഞത്. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا فأنزل سكينة علينا وثبت الأقدام إن لاقينا. അഹ്സാബ് യുദ്ധത്തിൽ വെച്ച്, ഖന്തഖ് യുദ്ധത്തിൽ വെച്ച് കടങ്ങ് കയറുന്ന സമയത്ത് സ്വഹാബികളും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളൊക്കെ ചൊല്ലിയിരുന്ന ബൈത്തിൽ പെട്ടതാണ് അത്. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈന, അല്ലാഹുവേ നീ ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല. വലാ തസദ്ദഖന വലാ സ്വല്ലൈന, ഞങ്ങൾ സദഖ നൽകുന്നവരായിരുന്നില്ല, നമസ്കരിക്കുന്നവരാകുമായിരുന്നില്ല. എല്ലാ നിഅമത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് അവർ ചേർത്തി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചില ആളുകൾ വിചാരിക്കും അവന്റെ ഹിർസ് കൊണ്ടാണ് അവന് ഹിദായത്ത് നൽകപ്പെട്ടത്. അവൻ പറയും ഞാൻ ഹിദായത്തിന്റെ ആളുകൾപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഹിദായത്തിന് അർഹനായിട്ടുള്ള ആളുകളാണ്, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഹിദായത്തിന് അഹ്ലുകാരായതുകൊണ്ടാണ് അവർ ഹിദായത്ത് നൽകപ്പെട്ടത്. ആ സംസാരം ശരിയല്ല. അത് ഖലലുൻ ഫി തൗഹീദ്, തൗഹീദിലുള്ള ന്യൂനതയാണ്, പോരായ്മയാണത്. അല്ലെങ്കിൽ എന്തെങ്കിലും അമലു സാലിഹാത്ത് ചെയ്തതിന്റെ കാരണമായിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അമലു സാലിഹാത്താണ് അവനെ ഹിദായത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ അവന്റെ പരിശ്രമം അതാണ് അവനെ ഹിദായത്തിലേക്ക് നയിച്ചത്, അതൊന്നും ശരിയല്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ എല്ലാ നിഅമത്തുകളുടെയും, എല്ലാ നിഅമത്തുകളും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഇപ്പൊ ജനങ്ങളോട് നന്മ പ്രവർത്തിക്കുന്നതിലും, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇഹ്സാൻ ചെയ്യുന്നതിലും, അതേപോലെ തന്നെ ഖൈറ് മനസ്സിലാക്കുന്ന കാര്യത്തിലും, അതേപോലെ ഇൽമ് പഠിപ്പിക്കുന്ന കാര്യത്തിലും, പഠിക്കുന്ന കാര്യത്തിലും, അതുപോലെ സ്വാലിഹായ അമലിന് തൗഫീഖ് നൽകിയ കാര്യത്തിലും, അതുപോലെ ദഅവത്തിന് അല്ലാഹു തആല തൗഫീഖ് നൽകിയതും, സബർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അല്ലാഹുവിൽ നിന്നുള്ള നിഅമത്താണ്. ഇദാ ശക്കർത അല്ലാഹ അലാ ഹാദൽ അമൽ ഫഷ്കുർ ഹാദാ മനില്ലദി യുവഫിഖു ലിഹാദ ശുക്ർ. അപ്പോൾ അത്തരം നിയമത്തുകൾക്ക് നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്താൽ, ഇപ്പൊ നിന്നെ ഒരുപാട് അമലു സ്വാലിഹാത്ത് ഉണ്ട്, ആ അമലു സ്വാലിഹാത്താണ് നിനക്ക് ഹിദായത്ത് നൽകിയെന്ന് നീ പറയുകയാണെങ്കിൽ, ആ അമലു സ്വാലിഹാത്ത് കാരണം നീ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു, അല്ലാഹു തആലക്ക് നീ ശുക്ർ ചെയ്യുന്നു. ആ ശുക്ർ ചെയ്യാൻ നിനക്ക് തൗഫീഖ് നൽകിയത് ആരാണ്? ആ ശുക്ർ ചെയ്യാൻ നിനക്ക് തൗഫീഖ് നൽകിയത് അല്ലാഹുവാണ്. അല്ലാഹുവിനോടുള്ള ശുക്ർ ഒരിക്കലും അവസാനിക്കുന്നതല്ല. ഫൈദാ കുല്ലു മാ ശകർത അല്ലാഹ് തഹ്താജ് ഇലാ ശുക്ർ. അല്ലാഹുവിനോടൊരു കാര്യത്തിൽ ഒരു നിഅമത്തിന്റെ പേരിൽ ശുക്ർ ചെയ്താൽ ആ ശുക്റിനും പിന്നെ ഒരു ശുക്റുണ്ട്. കാരണം ആ ശുക്ർ ചെയ്യാൻ നിനക്ക് തൗഫീഖ് നൽകിയത് അല്ലാഹുവാണ്. ഇദാ കാന ശുക്രി നിഅമത്തല്ലാഹി നിഅമതൻ علي له في مثلها يجب الشكر فكيف بلوغ الشكر إلا بفضله وإن طالت الأيام واتصل العمر. إذا كان شكري نعمة الله نعمة علي له في مثلها يجب الشكر. അതായത് എന്റെ ശുക്ർ അല്ലാഹു തആല നൽകിയ ഒരു നിഅമത്തിന് വേണ്ടിയാണ്, നിഅമത്തിന്റെ പേരിലാണ് ഞാൻ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നതെങ്കിൽ അലയ്യ ലഹു ഫി മിസ്ലിഹ യജിബു ശുക്ർ,
ആ ശുക്ർ എന്ന് പറയുന്ന നീ ചെയ്ത നിഅമത്തിന്റെ പേരിലും നീ ഒരു ശുക്ർ ചെയ്യും. കാരണം അല്ലാഹു തആലയാണ് അതിന് നിനക്ക് തൗഫീഖ് നൽകി. ഉദാഹരണത്തിന്, നീ രാത്രി നമസ്കരിക്കുന്നു, ഖിയാമുൽ ലൈൽ. നീ പറയാണ് വല്ലാഹി വഫഖനി ഇല്ലാ ലിഖിയാമിൽ ലൈൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് രാത്രി നിന്ന് നമസ്കരിക്കാൻ തൗഫീഖ് നൽകി. അങ്ങനെ ഞാൻ അല്ലാഹു തആലക്ക് ശുക്റായിക്കൊണ്ട് പകല് നോമ്പെടുക്കും. അങ്ങനെ അവൻ പകല് നോമ്പെടുത്തു. എന്തിന് ശുക്റായിക്കൊണ്ട്? രാത്രി അല്ലാഹു തആല ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ തൗഫീഖ് നൽകിയതിന് ശുക്റായിക്കൊണ്ട് നീ അല്ലാഹുവിന് വേണ്ടി പകലെന്തി നോമ്പെടുത്തു. അങ്ങനെയാണെങ്കിൽ ഫമനില്ലദി വഫഖക ലിസ്സൗം, ആ നോമ്പെടുക്കാൻ നിനക്ക് തൗഫീഖ് നൽകിയത് ആരാണ്? അല്ലാഹുവാണ്. അപ്പോ ഒരു ശുക്രിന് നീ ശുക്ർ ചെയ്യുമ്പോൾ ആ ശുക്രിന് വേറൊരു ശുക്ർ നിന്റെ മേലെ ആയിക്കഴിഞ്ഞു. അതുപോലെയാണ് മനുഷ്യൻ, ഒരു മുഅ്മിൻ ഒരു അമലു സാലിഹാത്തിൽ നിന്ന് ഒരു അമലു സാലിൽ നിന്ന് മറ്റൊരു അമലു സാലിലേക്ക്, അള്ളാഹുവിനോട് ഒരു ത്വാഅത്തിൽ നിന്ന് മറ്റൊരു ത്വാഅത്തിലേക്ക്, അങ്ങനെ ആയിരിക്കും അവന്റെ ജീവിതം. കുല്ലു ദാലിക ശുക്രൻ, എല്ലാം അള്ളാഹുവിനോട് ശുക്രായിക്കൊണ്ടാണ്. മിൻ ത്വാഅ ഇലാ ത്വാഅ, മിൻ അമലിൻ സാലിഹ് ഇലാ അമലിൻ സാലിഹ്. قال رحمه الله وعن أبي هريرة رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഇന്ന സലാസത മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽകാരിൽപ്പെട്ട 3 പേർ. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ദുർരിയത്ത് യാഖൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മകനായ ഇസ്ഹാഖിന്റെ മകനായ യാഖൂബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ബനു ഇസ്രായേൽ. ദുർരിയത്ത് യാഖൂബ്. ഇപ്പൊ ബനു ഇസ്രായേൽപ്പെട്ട 3 പേര്. അബ്റസ്, അതിലൊരാള് കുഷ്ഠരോഗിയാണ്. വാഖറ, ഒരാള് കഷണ്ടിയുള്ള ആളാണ്. വാഅമ, മൂന്നാമത്തെ ആള് അന്ധനാണ്, കണ്ണു കാണാത്ത ആളാണ്. ഫഅറാദല്ലാഹു അൻ യബ്തലിയഹും, ഈ 3 പേരെയും പരീക്ഷിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചു. ഫബഅസ ഇലൈഹിം മലക്കൻ, അങ്ങനെ ഈ 3 ആളുകളിലേക്ക് ഒരു മലക്കിനെ അയച്ചു. ഫഅതൽ അബ്റസ്, അങ്ങനെ ഈ കുഷ്ഠരോഗമുള്ള ആളുടെ അടുക്കൽ മലക്കെത്തി. ഫഖാല അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, മലക്ക് അയാളോട് ചോദിച്ചു, നിനക്ക് ഏത് കാര്യമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ഖാല ലൗനുൻ ഹസൻ വജിൽദുൻ ഹസൻ, ആള് കുഷ്ഠരോഗിയാണ്. ആള് പറഞ്ഞു, എനിക്ക് നല്ല ശരീരത്തിന് നല്ല നിറം വേണം, അതാണ്, അതുപോലെ തന്നെ നല്ല തൊലി, ഹസനായിട്ടുള്ള തൊലിയും അതേപോലെ ഹസനായിട്ടുള്ള നല്ല നിറവും, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വയദ്ഹബു അന്നി അല്ലദീ ഖദ് ഖദിറനി الناس ബിഹി, ജനങ്ങള് എന്ത് കാരണത്താലാണോ എന്റെ അടുക്കലേക്ക് വരാതെ എന്നിൽ നിന്ന് അകലം പാലിക്കുന്നത്, ആ ഒരു സംഗതി എന്നിൽ നിന്ന് പോകണം, അതായത് ആ കുഷ്ഠരോഗം മാറണം, അദ്ദേഹം പറഞ്ഞു. ഖാല ഫമസഹഹു, മലക്ക് ആ വ്യക്തിനെ തടവി. ഫദഹബ അൻഹു ഖദറുഹു, അയാളിൽ ഉണ്ടായിരുന്ന ആ രോഗം അത് മാറി, അത് നീങ്ങിപ്പോയി. വഉഅതിയ ലൗനൻ ഹസനൻ വജിൽദൻ ഹസന, അങ്ങനെ ശരീരത്തിന് നല്ല നിറവും നല്ല തൊലിയും അയാൾക്ക് നൽകപ്പെട്ടു. ഖാല ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് തരത്തിലുള്ള സമ്പത്താണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഖാല അൽ ഇബ്ൽ ഔൽ ബഖർ ശക്ക ഇസ്ഹാഖ്, അതാ റാവി സംശയത്തിലാണ്. അയാൾ പറഞ്ഞത് ഒട്ടകങ്ങളാണോ അതോ പശുക്കളാണോ? ഏത് തരത്തിലുള്ള സമ്പത്താണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഖാല അൽ ഇബ്ൽ ഔൽ ബഖർ. ഫഅതിയ നാഖതൻ ഉശറ, അങ്ങനെ ഗർഭിണികളായിട്ടുള്ള പെണ്ണൊട്ടകങ്ങളെ ആൾക്ക് നൽകപ്പെട്ടു. വഖാല ബാറക്കല്ലാഹു ലക ഫീഹ, എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഈ ഒട്ടകങ്ങളിൽ ബറക്കത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്തു. ഖാല ഫഅതൽ അഖറ, പിന്നെ രണ്ടാമത്തെ ആളുടെ അടുക്കലെത്തി, അതായത് കസണ്ടികളുടെ ആളുടെ അടുത്ത്. ഫഖാല അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, അതായത് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താണ്?
ഖാല ശഅറുൻ ഹസൻ, കഷണ്ടിയുള്ള ആളാണ്. ആള് പറഞ്ഞു നല്ല മുടി, ഏറ്റവും നല്ല മുടി, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വയദ്ഹബു അന്നില്ലദീ ഖദ് ഖദറനി الناس ബിഹി ഫമസഹ, ജനങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുക്കലേക്ക് എന്നിൽ നിന്ന് വെറുക്കുന്ന ഒരു കാര്യം, അത് എന്നിൽ നിന്ന് പോകണം, അത് കഷണ്ടി ഇല്ലാതാകണം. അങ്ങനെ മലക്ക് അയാളുടെ തടവി. ഫദഹബ അൻഹു, ആ കഷണ്ടി ആളിൽ നിന്ന് മാറി. വഉതിയ ശഅറൻ ഹസന, നല്ല മുടികൾ അയാൾക്ക് നൽകപ്പെട്ടു. ഫഖാല അയ്യുൽ മാലി അഹബ്ബു ഇലൈക്, പിന്നെ മലക്ക് ചോദിച്ചു നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഏതാണ്? ഖാല അൽ ബഖറ വൽ ഇബ്ൽ, അയാൾ പറഞ്ഞു പശുക്കളാണ് അല്ലെങ്കിൽ ഒട്ടകം. റിപ്പോർട്ട് ചെയ്യുന്ന റാവിക്ക് സംശയമാണ് ഏതാണ് പറഞ്ഞത്. ഫഉതിയ ബഖറ ഔ ബഖറത്തൻ ഹാമില, അങ്ങനെ ഗർഭിണികളായിട്ടുള്ള പശുക്കളെ ആൾക്ക് നൽകപ്പെട്ടു. ഖാല ബാറക്കല്ലാഹു ലക ഫീഹ, എന്നിട്ട് മലക്ക് ഇപ്രകാരം ദുആ ചെയ്തു, ഈ പശുക്കളിൽ അള്ളാഹു താങ്കൾക്ക് ബറക്കത്ത് നൽകട്ടെ. ഫഅതൽ അഅമ, അങ്ങനെ മൂന്നാമത്തെ അന്ധനായിട്ടുള്ള ആളുടെ അടുക്കലെത്തി മലക്ക്. ഫഖാല അയ്യു ശൈഇൻ അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചു. ഖാല അൻ യറുദ്ദല്ലാഹു ഇലയ്യ ബസരി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എൻ്റെ കാഴ്ച തിരിച്ചു നൽകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഫൗബസ്സിറ ബിഹിന്നാസ്, അങ്ങനെ എനിക്ക് ജനങ്ങളെ കാണാൻ സാധിക്കും. ഫമസഹഹു, അങ്ങനെ മലക്ക് അദ്ദേഹത്തെ തടവുകയും ഫറദ്ദല്ലാഹു ഇലൈഹി ബസറ, അല്ലാഹു തആല ആ വ്യക്തിക്ക് അവന്റെ കാഴ്ച തിരിച്ചു നൽകുകയും ചെയ്തു. ഖാല ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, എന്നിട്ട് മലക്ക് ചോദിച്ചു നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് എന്താണ്? ഖാലൽ ഗനം, അദ്ദേഹം പറഞ്ഞു ആടുകളാണ്. ഫഉതിയ ശാതൻ വാലിദൻ, അങ്ങനെ പ്രസവിക്കാറായിട്ടുള്ള ആടുകളെ അയാൾക്ക് നൽകപ്പെട്ടു. ഖരീബത്തുൽ വിലാദ, പ്രസവം അടുക്കാറായിട്ടുള്ള ആടുകൾ. ഖാല ഫഅൻതജ ഹാദാനി വവല്ലദ ഹാദാ, റിവായത്തിൽ ഉൻതിജ, അതായത് ആദ്യത്തെ ഇബിലും ബക്കറും, ഒട്ടകവും പശുവും രണ്ടും പ്രസവിച്ചു. വവല്ലദ ഹാദാ അൽ ഗനം, ആടുകളും പ്രസവിച്ചു. അവിടെ അൻതജത്, ഒട്ടകങ്ങൾക്കും ആടുകളും അല്ല ഒട്ടകവും പശുവും പ്രസവിക്കുമ്പോൾ അൻതജ എന്നാണ് പറയുക. അൻതജത് ആടാണെങ്കിൽ വല്ലദത്തിൽ ഗനം. فكان لهذا واد من الإبل ولهذا واد من البقر ولهذا واد من الغنم. അപ്പോൾ ആദ്യത്തെ ആൾക്ക് ഒട്ടകങ്ങൾ പ്രസവിച്ച് പിന്നെ അത് വീണ്ടും വീണ്ടും പ്രസവിച്ച് അവസാനം ഒരു താഴ്വര മൊത്തം ഒട്ടകങ്ങളായി. രണ്ടാമത്തെ ആൾക്ക് ഒരു താഴ്വര മൊത്തം പശുക്കളായി. മൂന്നാമത്തെ ആൾക്ക് ഒരു താഴ്വര മൊത്തം നിറയുന്ന നേരത്തിൽ ആടുകളായി. ഖാല സുമ്മ ഇന്നഹു അതൽ അബ്റസ ഫീ സൂറതിഹി വഹൈഹതി, പിന്നീട് മലക്ക് ഈ സംഭവം കഴിഞ്ഞ ശേഷം പിന്നീട് ഈ മലക്ക് എന്ത് ചെയ്തു? ഈ കുഷ്ഠരോഗമുണ്ടായിരുന്ന ആളുടെ അടുക്കൽ ഒരു കുഷ്ഠരോഗിയുടെ രൂപത്തിൽ വന്നു. ഫഖാല റജുലുൽ മിസ്കീൻ, എന്നിട്ട് മലക്ക് പറഞ്ഞു ഞാനൊരു മിസ്കീനാണ്. ഖദ ഇൻഖതഅത് ബിൽ ഹിബാൽ ഫീ സഫരി, എൻ്റെ യാത്രയിൽ വെച്ച് എനിക്ക് ആ യാത്രയുടെ കാര്യങ്ങൾ, യാത്രക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളും അല്ലെങ്കിൽ എൻ്റെ ഒട്ടകങ്ങൾ അല്ലെങ്കിൽ യാത്രക്ക് ഉപയോഗിക്കുന്ന മൃഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഫലാ ബലാഗ ലിയൽ യൗം ഇല്ലാ ബില്ലാഹി സുമ്മ ബിക, അല്ലാഹുവിനെ കൊണ്ടും പിന്നെ നിന്നെ കൊണ്ടുമല്ലാതെ ഈ യാത്രയുടെ ആ ഉദ്ദേശം എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതല്ല, അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല. അസ്അലുക ബില്ലദീ അഅതാകൽ ലൗനൽ ഹസൻ വൽ ജിൽദൽ ഹസൻ വൽ മാല, എന്നിട്ട് മലക്ക് പറഞ്ഞു നിനക്ക് നല്ല ശരീരത്തിന് നിറവും നല്ല തൊലിയും സമ്പത്തും നൽകിയ അവനെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അത് അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ബഈറൻ അതബല്ലഗു ബിഹി ഫീ സഫരി, എനിക്കൊരു ഒട്ടകത്തെ തരണം, എന്റെ യാത്രയിൽ എനിക്ക് എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നതിന് അതിനുവേണ്ടി താങ്കളുടെ ഒട്ടകങ്ങളിൽ നിന്നൊരു ഒട്ടകത്തെ എനിക്ക് നൽകണമെന്ന് മലക്ക് ആവശ്യപ്പെട്ടു. ഫഖാല അൽ ഹുഖൂഖു കസീറ, അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കൊരുപാട് ചുമതലകളുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ഒട്ടകത്തെ ചോദിക്കുന്നുണ്ട് എന്ന നിലക്ക് അയാൾ പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഫഖാല ലഹു കഅന്നി അഅരിഫുക, അപ്പം മലക്ക് അയാൾ പറഞ്ഞു
നിന്നെ താങ്കളെ എനിക്ക് അറിയാവുന്നതുപോലെ അലം തകുൻ അബ്റസ്, താങ്കൾ ഒരു കുഷ്ഠരോഗിയായിരുന്നില്ലേ? യഖ്ദറുകന്നാസു, താങ്കളിൽ നിന്ന് ജനങ്ങൾ അകലം പാലിച്ചിരുന്നു, താങ്കളെ വെറുത്തിരുന്നു, അടുത്ത് വരുന്നതിന് വെറുത്തിരുന്നു. ഫഖീറൻ, താങ്കൾ ഒരു ദരിദ്രനായിരുന്നു. ഫഅതാഖല്ലാഹുൽ മാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നിങ്ങൾക്ക് സമ്പത്ത് നൽകിയതല്ലേ എന്ന് മലക്ക് ചോദിച്ചു. ഫഖാല, അയാൾ പറഞ്ഞു, ഇന്നമാ വരിസ്തു ഹാദൽ മാൽ കാബിറൻ അൻ കാബിർ. അയാൾ പറഞ്ഞു, അത് നിശ്ചയിച്ചു, അതായത് എനിക്ക് ഈ സമ്പത്ത് നൽകപ്പെട്ടത് ഇത് ഞാൻ അനന്തരമായിക്കൊണ്ട് എൻ്റെ പിതാക്കന്മാരിൽ നിന്ന് അനന്തര അവകാശമായിക്കൊണ്ട് എടുത്തിട്ടുള്ളതാണ്, അല്ലാഹു തആല നൽകിയതല്ല. ഫഖാല ഇൻ കുൻത കാദിബൻ, അപ്പോൾ മലക്ക് പറഞ്ഞു, നീ ഒരു കളവ് പറയുന്നവനാണ്, ഈ പറയുന്നത് കളവാണെങ്കിൽ. ഫസയ്യറക അല്ലാഹു ഇലാ മാ കുൻത, നീ മുമ്പ് ഏത് അവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിലേക്ക് അല്ലാഹു തആല നിന്നെ മാറ്റട്ടെ എന്ന് മലക്ക് പറഞ്ഞു. ഖാല വഅതൽ അഖ്റഅ ഫീ സൂറതി, പിന്നെ രണ്ടാമത് ഈ കഷണ്ടി ഉള്ള ഉണ്ടായിരുന്ന ആളുടെ അടുക്കലും മലക്ക് കഷണ്ടി ഉള്ള ആളുടെ രൂപത്തിൽ തന്നെ ചെന്നു. ഫഖാല ലഹു മിസ്ല മാ ഖാല ലിഹാദ, ആദ്യത്തെ ആളോട് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. വറദ്ദ അലൈഹി മിസ്ല മാ റദ്ദ അലൈഹി ഹാദ, അപ്പോൾ ആദ്യ കുഷ്ഠരോഗമുള്ള ആളെ എങ്ങനെയാണോ മറുപടി നൽകിയത് അതേപോലെയാണ് ഇയാളും മറുപടി നൽകിയത്. അപ്പോൾ മലക്ക് പറഞ്ഞു, ഫഖാല ഇൻ കുൻത കാദിബൻ ഫസയ്യറക അല്ലാഹു ഇലാ മാ കുൻത, നീ കളവ് പറയുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല നിന്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു തആല നിന്നെ മാറ്റട്ടെ. വഅതൽ അഅമാ ഫീ സൂറതി, മൂന്നാമത് അന്ധനായ ആളുടെ അടുത്തേക്ക് ഒരു അന്ധന്റെ രൂപത്തിൽ, കണ്ണ് കാണാത്ത ഒരാളുടെ രൂപത്തിൽ മലക്ക് ചെന്നു. ഫഖാല റജുലുൻ മിസ്കീൻ വബ്നു സബീൽ, ഞാനൊരു വഴിയാത്രക്കാരനാണ്, മിസ്കീനാണ് എന്ന് മലക്ക് പറഞ്ഞു. فقال رجل مسكين وابن السبيل قد انقطعت بي الحبال في سفري, എൻ്റെ യാത്രയുടെ എല്ലാ വസ്തുക്കളും എനിക്ക് നഷ്ടപ്പെട്ടു. ഫലാ ബലാഗ ലി അൽ യൗം ഇല്ലാ ബില്ലാഹി സുമ്മ ബിക്, താങ്കളെ അല്ലാഹുവിനെ കൊണ്ടും പിന്നീട് താങ്കളെ കൊണ്ടുമല്ലാതെ എനിക്കിന്ന് എൻ്റെ യാത്ര പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുന്നതല്ല. അസ്സലുക ബില്ലദീ റദ്ദ അലൈക ബസറക, താങ്കൾക്ക് ആരാണോ കാഴ്ച തിരിച്ചു നൽകിയത് അവനെ കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഷാത്തൻ, ഒരാടിനെ, അചബല്ലഗു ബിഹാ ഫി സഫരി, എനിക്ക് എൻ്റെ യാത്രയിൽ അതിന്റെ ലക്ഷ്യസ്ഥാനം എത്താൻ സഹായിക്കുന്ന താങ്കളുടെ ഈ ആടുകളുടെ കൂട്ടത്തിൽ ഒരാടിനെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, ഖദ് കുൻതു അഅമ ഫറദ്ദല്ലാഹു ഇലയ്യ ബസരി, തീർച്ചയായും ഞാൻ മുമ്പ് ഒരു അന്ധനായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എനിക്ക് എൻ്റെ കാഴ്ച തിരിച്ചു നൽകി. ഫഖുദ് മാ ശിഅത വദഅ മാ ശിഅത, ഞാൻ പറഞ്ഞു, താങ്കൾക്ക് ഇഷ്ടമുള്ളത്, താങ്കൾ ഉദ്ദേശിക്കുന്ന അത്രയും ആടിനെ താങ്കൾ എടുത്തുകൊള്ളുക, താങ്കൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യുക, ഇഷ്ടമുള്ള അത്രയും ആടുകൾ എടുത്തുകൊള്ളുക. ഫവല്ലാഹി ലാ അജ്ഹദുകൽ യൗം ബിശൈഇൻ അഖദ്തഹു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി താങ്കൾ എടുക്കുന്ന ഈ ആടുകളിൽ ഒന്നിനെയും ഞാൻ ആ കാര്യത്തിൽ നിങ്ങളെ തടയുകയില്ല. അല്ലാഹു തആലക്ക് വേണ്ടി താങ്കൾ ഇതിൽ നിന്ന് എത്ര ആടുകൾ എടുക്കുന്നോ അത്രയും എടുത്തുകൊള്ളുക, ആ കാര്യത്തിൽ ഞാൻ താങ്കളെ അതിൽ നിന്ന് തടയുകയില്ല. ഫഖാല അംസിക് മാലക്, അപ്പൊ മലക്ക് പറഞ്ഞു, താങ്കളുടെ സമ്പത്ത് അത് സൂക്ഷിച്ചുകൊള്ളുക. ഫഇന്നമാ ഉബ്തുലീതും, തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഫഖദ് റളിയല്ലാഹു അൻക വസഖിത അലാ സാഹിബൈക്, തീർച്ചയായും അല്ലാഹു തആല താങ്കളെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, താങ്കൾ രണ്ട് കൂട്ടുകാരോട് കോപിക്കുകയും ചെയ്തിരിക്കുന്നു. അഖ്റജാഹു, ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അൽ ഉഖൂബ അൽ ആജില ഫി ദുനിയ, ദുനിയാവിൽ തന്നെ പെട്ടെന്നുള്ള അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുമെന്നുള്ളത്. അതായത് അള്ളാഹു തആല തനിക്ക് നൽകിയ നിഅമത്തുകളെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇദാഫത്ത് ചെയ്തവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ വേഗത്തിലുള്ള ശിക്ഷ അവന് ബാധിക്കും.
പിന്നീടുള്ള ശിക്ഷ അവന് ഖിയാമത്ത് നാളിൽ ലഭിക്കും. സ്വന്തം നഫ്സിൽ അത്ഭുതം കൂറിയവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും അവൻ ശിക്ഷിക്കപ്പെടും. വല്ലദീ യുദീഫു നിഅമ ഇലാ ഗൈരില്ലാഹ് യുആഖബ ഫിദ്ദുനിയ ഖബ്ല അൽ-ആഖിറ. നിഅമത്തിനെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുള്ളവൻ അവന് ദുനിയാവിൽ, ആഖിറത്തിന് മുന്നേ ദുനിയാവിൽ ശിക്ഷിക്കപ്പെടും. ഇന്നല്ലാഹ യസ്ലുബു അൻഹു നിഅമ ലിഅന്നഹു മാ ശകറഹാ ഫലാ ഇഅ്തറഫ അന്നഹാ മിനല്ലാഹ്. കാരണം അവന് ലഭിച്ച നിഅമത്ത് അത് അല്ലാഹുവിലേക്ക് അവൻ ചേർത്തി പറഞ്ഞില്ല, അതിന് ശുക്ർ ചെയ്തില്ല, അത് അല്ലാഹുവിൽ നിന്നാണ് എന്നതിന് അവൻ അംഗീകരിച്ചില്ല. അപ്പൊ ദുനിയാവിൽ വെച്ച് തന്നെ അവൻ ശിക്ഷിക്കപ്പെടും, ആഖിറത്തിന് മുമ്പായിക്കൊണ്ട്. ഒന്ന് വേഗത്തിലുള്ള ശിക്ഷ ദുനിയാവിൽ വെച്ച്, പിന്നീട് ഖിയാമത്ത് നാളിലും. അപ്പൊ ഇവിടെ 3 തരത്തിലുള്ള ആളുകളാണ്. ഒന്ന് അബ്റസ്, വാഖറ, വഅമ. കുഷ്ഠരോഗമുള്ള ആള്, കഷണ്ടിയുള്ള ആള്. മൂന്നാമത്തത് അന്ധനായിട്ടുള്ള ആള്. അന്ധനായിട്ടുള്ള വ്യക്തി അള്ളാഹുവിന്റെ ആ നിഅമത്തിനെ അംഗീകരിച്ചു, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അംഗീകരിച്ചു. അതേപോലെ തന്നെ ആ കാര്യത്തിൽ ശുക്റും ചെയ്തു. അതുകൊണ്ടാണ് പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്, വലിഹാദാ ഖാല അഹ്ലുൽ ഇൽം ഗാലിബൻ യകൂനു അൽ-അമ മുതവാദിയൻ മുഅ്തരിഫ. അധിക സന്ദർഭങ്ങളിലും അന്ധന്മാര് വിനയമുള്ളവരായിരിക്കും, താഴ്മയുള്ളവരായിരിക്കും. അതേപോലെ തന്നെ ഹക്കിനെ അംഗീകരിക്കുന്നവരും നിഅമത്തിനെ അംഗീകരിക്കുന്നവരുമായിരിക്കും. അതാണ് ഭൂരിഭാഗം അന്ധരായിട്ടുള്ള ആളുകളുടെയും അവസ്ഥ. അധികവും അവര് മുതവാദിയായിരിക്കും, വിനയമുള്ളവരായിരിക്കും. അതേപോലെ തന്നെ ഈ ഹദീസ് നമുക്ക് കാണാം, അസ്ബാബു റിദ്വാനില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി അത് ലഭിക്കാനുള്ള സബബിൽപ്പെട്ടതാണെന്ത്? റദ്ദു നിഅമ ഇലല്ലാഹ്, ഇദാഫത്തു നിഅമ ഇലല്ലാഹ്. ആ അന്ധനായ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു. മറ്റു രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടുപേരോട് കോപിച്ചു. അപ്പൊ തൃപ്തിപ്പെട്ടവൻ എന്താണ് ചെയ്തത്? നിഅമത്തിനെ അല്ലാഹുവിലേക്ക് മടക്കി, ആ നിഅമത്തിനെ അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു. ബാക്കി രണ്ടുപേര് നിഅമത്തിനെ അല്ലാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സബബിൽപ്പെട്ടതാണ് റദ്ദു നിഅമ ഇലല്ലാഹ്, ഇദാഫത്തു നിഅമ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിഅമത്തുകളെ ചേർക്കുക എന്നുള്ളത്. വമിൻ അസ്ബാബി സഖത്തില്ലാഹ്, അല്ലാഹുവിന്റെ കോപത്തിന് പെട്ട കോപം ലഭിക്കാനുള്ള സബബുകളിൽപ്പെട്ടതാണ് ഇദാഫത്തു നിഅമ ഇലാ ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരിലേക്ക് നിഅമത്തിനെ ചേർക്കുക എന്നുള്ളത്. ഈ ഹദീസിൽ ഒരുപാട് ഫായിദകളുണ്ട്. ഒന്നാമത്തത് മിൻ ഫവായിദി ഹാദൽ ഹദീസ് അൽ ഇൻഫാഖ് മിൻ വുജൂഹിൽ ഖൈർ. അൽ ഇൻഫാഖു മിൻ വുജൂഹിൽ ഖൈർ, ഖൈറിന്റെ മാർഗങ്ങളിൽ ചെലവഴിക്കുക, സമ്പത്ത് ചെലവഴിക്കുക. ഇതുപോലെ അന്ധനായ വ്യക്തി മിസ്കീനായ വഴിയാത്രക്കാരനായതിനു വേണ്ടി തന്റെ ആടുകളെ ചെലവഴിച്ചതുപോലെ. ഇൻഫാഖു അൽ ഇൻഫാഖ് മിൻ വുജൂഹി അൽ ഖൈർ. രണ്ടാമത്തത് അത്തവാദു ലില്ലാഹ്, അത്തവാദു ലില്ലാഹ്, അല്ലാഹുവിനോട് വിനയം കാണിക്കുക. അത്തവാദു ലില്ലാഹ്, അന്ധനായ വ്യക്തി ചെയ്തതുപോലെ. ഫവല്ലാഹി ലാ അജ്ഹദുക അൽ-യൗമ ബിശൈഇൻ അഖദ്തഹു ലില്ലാഹ്. അത്തവാദു. അതേപോലെ തന്നെ ആ വ്യക്തിയോട് ചോദിച്ചപ്പോ എന്നാണ് പറഞ്ഞത്, ഖദ് കുൻതു അമ, ഞാൻ അന്ധനായിരുന്നു, ഫറദ്ദല്ലാഹു ഇലയ്യ ബസരി, അല്ലാഹു തആല എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു നൽകി. അല്ലാഹുവിനോട് തവാദു. മൂന്നാമത്തേത് ശുക്റു നിഅമ മിൻ അസ്ബാബി ദവാമി അൻ-നിഅമ, നിഅമത്തിനെ ശുക്ർ ചെയ്യുക എന്നുള്ളത് നിഅമത്തിന്റെ ദവാം, സ്ഥിരമായി ആ നിഅമത്ത് നിലനിൽക്കുന്നതിന്റെ സബബിൽപ്പെട്ടതാണ്. ആ രാജ്യത്തെ രണ്ടുപേര് അവരുടെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്തില്ല. എന്നാൽ മൂന്നാമത്തെ വ്യക്തി ആ നിഅമത്തിന് ശുക്ർ ചെയ്തപ്പോ ആ നിഅമത്ത് നിലനിന്നു. ആടുകൾ. അല്ലാഹുവിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് ആ നിഅമത്ത് സ്ഥിരമായി നിലനിൽക്കുന്നതിനുള്ള സബബിൽപ്പെട്ടതാണ്. പിന്നെ നാലാമത്തത്
അദ്ദുആഉ ബിൽ ബറക ബിൽ മാൽ, സമ്പത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക. ആ മലക്ക് ചെയ്തതുപോലെ ബാറക്കല്ലാഹു ലക ഫീഹാ, ബാറക്കല്ലാഹു ലക ഫീ മാലിക്, നിന്റെ സമ്പത്തിൽ അല്ലാഹു തആല നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അപ്പൊ സമ്പത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് ഈ ഹദീസിലൂടെ സ്ഥിരപ്പെടുന്നതാണ്. ബാറക്കല്ലാഹു ലഹും, ബാറക്കല്ലാഹു ലഹാ, ബാറക്കല്ലാഹു ലക ഫി ഔലാദിക്, ഫി മാലിക്, ഫി സൗജിക്. ആ വ്യക്തി തന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നവനായി കഴിഞ്ഞാൽ, അവന്റെ സമ്പത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടി ആ ബറക്കത്തിനെ അല്ലെങ്കിൽ ആ നിഅമത്തിനെ നിലനിർത്തുന്നതാണ്. അഞ്ചാമത്തത് അസ്സിദ്ഖു, അസ്സിദ്ഖ് സത്യസന്ധത. നമുക്കിതിൽ കാണാൻ പറ്റും, അന്ധനായ വ്യക്തി സത്യം പറഞ്ഞു, ഞാൻ മുമ്പ് അന്ധനായിരുന്നു, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിഅമത്ത് കാഴ്ച തിരിച്ചു നൽകി. അസ്സിദ്ഖ് അത് തൗഫീഖിനുള്ള സബബാണ്. ലിഅന്നൽ കാദിബ് മാ യുവഫഖ്, കളവ് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന് തൗഫീഖ് നൽകപ്പെടുന്നതല്ല. ആ രണ്ട് വ്യക്തികളുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ. ആറാമത്തത് ജവാസുൽ ഹലിഫ് മിൻ ഗൈരി ഇസ്തിഹ്ലാഫ്, ജവാസുൽ ഹലിഫ് സത്യം ചെയ്യുക, മിൻ ഗൈരി ഇസ്തിഹ്ലാഫ് സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ. എവിടെയാണ് അതിൽ തെളിവ്? ഈ ഹദീസിൽ സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ തന്നെ സത്യം ചെയ്യാം, അത് ജായിസാണ്. ഹദീസിൽ എവിടെയാണ് തെളിവ്? فوالله لا أجحدك اليوم فوالله جواز الحلف من غير استحلاف. طيب അടുത്തത് ആറാമത്തത്, ഏഴാമത്തത് ജവാസ് التحدث بالقصص الإسرائيليات الثابتة سندها إلى رسول الله. رسول الله صلى الله عليه وسلم എത്തുന്ന സാബിത്തായ ഇസ്രായേലിയാത്തിൽ നിന്നുള്ള ഖിസസുകൾ സംസാരിക്കാം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ബനു ഇസ്രായേലിൽപ്പെട്ട ആ സംഭവം പറഞ്ഞത്. ഇവിടെ സനദ് സ്വഹീഹാണ്, റസൂലിലേക്ക് എത്തുന്ന സനദാണ്. അതുപോലെ തന്നെ ആ ഖിസ്സ സ്ഥിരപ്പെട്ടതാണ്, ഹക്കാണ്. അത് സംസാരിക്കൽ ജായിസാണ് സ്വഹീഹായിട്ടുള്ളതാണെങ്കിൽ. പിന്നെ എട്ടാമത്തത് അദ്ദുആ അലാ മൻ ഗയ്യറ വബദ്ദല അൻ-നിഅമ. അദ്ദുആ അലാ മൻ ഗയ്യറ വബദ്ദല അൻ-നിഅമ, നിഅമത്തിനെ ആരാണോ മാറ്റിമറിച്ചത് അവനെതിരെ ദുആ ചെയ്യും. മലക്ക് ദുആ ചെയ്തതുപോലെ ഇൻ കുൻത കാദിബൻ ഫസയ്യറക അല്ലാഹു ഇലാ മാ കുൻത. അവിടെ മലക്ക് ദുആ ചെയ്തു എതിരായിക്കൊണ്ട്. കാരണം നിഅമത്തിനെ അവൻ മാറ്റി, അത് എന്റെ പിതാക്കന്മാരിൽ നിന്ന് എനിക്ക് അനന്തരാവകാശം കിട്ടിയതാണ് ഈ സമ്പത്ത് എന്നവൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ അല്ലാഹു തആല നൽകിയ നിഅമത്തിനെ അവൻ മാറ്റിമറിച്ചു. അപ്പം മലക്ക് അയാൾക്കെതിരെ ദുആ ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ നിന്നെ മാറ്റട്ടെ. ഫദ്ദുആ അലാ മൻ ബദ്ദല വഗയ്യറ അൻ-നിഅമ. ഒമ്പതാമത്തത് ഒരു ഫായിദ പറയും. ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഫായിദ ഒരുപാടുണ്ട്. എന്താ അൽ-ഇൻഫാഖ് വജൂഹുൽ ഖൈർ നമ്മൾ പറഞ്ഞതാണ്. മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസിൽ വുജൂദുൽ മലായിക, ഇസ്ബാത്ത് വുജൂദിൽ മലായിക, മലക്കുകൾ ഉണ്ട് എന്ന് ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. ഇസ്ബാത്ത് വുജൂദിൽ മലായിക ഖിലാഫൻ ലിൽ ഫലാസിഫ, ഫലാസിഫ അവരുടെ വിശ്വാസത്തിനെതിരായിക്കൊണ്ട്, അത് ഫിലോസഫേഴ്സ്
അവരുടെ വിശ്വാസത്തിനെതിരായിക്കൊണ്ട് ഈ ഹദീസിലൂടെ മലക്കുകൾ ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ടു. ഇസ്ബാത്ത് വജൂദുൽ മലായിക ഖിലാഫൻ ലിൽ ഫലാസിഫ. പിന്നെ മലക്കുകളുമായി ബന്ധപ്പെട്ട് വേറെ ഫായിദ. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഫലാ ബലാഗ ലിയൽ യൗം ഇല്ലാ ബില്ലാഹി സുമ്മ ബിക. അങ്ങനെ പറയാൻ ജായിസാണ്. ഇല്ലാ ബില്ലാ സുമ്മ ബിക. സുമ്മ എന്ന് പറയുന്ന അത്ഫുണ്ട്. അതുപോലെ വേറെ മലക്കുകളുമായി ബന്ധപ്പെട്ട് നുസൂലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും എന്നുള്ളത്. നുസൂലുൽ മലായിക, ഇസ്ബാത്ത് നുസൂലുൽ മലായിക അലാ ഐഹത്തിൽ ആദമിയീൻ, മനുഷ്യരുടെ രൂപത്തിൽ മലക്കുകൾ ഇറങ്ങി വരും എന്ന് ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. നുസൂലുൽ മലായിക അലാ ഹൈഅത്തിൽ ആദമിയീൻ. പിന്നെ അടുത്ത 10ാമത്തെ ആണോ? 11. ഇബ്തിലാഉല്ലാഹി ഫിദ് ദുനിയ ലിൽ അബ്ദി സവാഅൻ അൽ ഫഖീർ അവിൽ ഗനി. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ പരീക്ഷിക്കും. അവൻ ഫഖീറാകട്ടെ ഗനിയാകട്ടെ, ദരിദ്രനാകട്ടെ ധനികനാകട്ടെ, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ പരീക്ഷിക്കുന്നതാണ്. ആദ്യം അവർ ഫഖീറന്മാരായിരുന്നു 3 പേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിച്ചു. പിന്നെ അവർ ധനികരായതിനു ശേഷം അല്ലാഹു തആല അവരെ പരീക്ഷിച്ചു. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ അവർ ധനികരാകട്ടെ ദരിദ്രരാകട്ടെ പരീക്ഷിക്കുന്നതാണ്. പിന്നെ 12 അദ്ദുആ ബിൽ ബറക, ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യുക, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക. ബാറക്കല്ലാഹു ലക്, ബാറക്കല്ലാഹു ഫീക്, ബാറക്കല്ലാഹു ലക് പറഞ്ഞിട്ടുണ്ടല്ലേ. സുന്നത്തുൻ ഖാസ്സ ലിൽ അരീസ് വലിഗൈരിഹി ലിമൻ ഉഅതിയ ശൈഅൻ മിനൻ നിഅം യുദ്ആ ലഹു ബിൽ ബറക. ആർക്കെങ്കിലും അല്ലാഹു തആല എന്തെങ്കിലും നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിഅമത്തിൽ ബറക്കത്തിന് വേണ്ടി എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. അതേപോലെ ഈ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ഇഖ്തിലാഫ് റഗബാത്തിൻ നാസ് ഫിൽ മാൽ. സമ്പത്തിന്റെ കാര്യത്തിൽ, സമ്പത്തിനോടുള്ള താല്പര്യത്തിന്റെ കാര്യത്തിൽ മനുഷ്യർ പലതരത്തിലാണ്. ഒരു വ്യക്തി പിന്നെ ഒട്ടകങ്ങളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, സമ്പത്ത് ഒട്ടകമായിട്ടാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. വേറൊരു വ്യക്തി പശുവാണ്, വേറൊരു വ്യക്തി ആടാണ്. അപ്പൊ ദുനിയാവില് പിന്നെ സമ്പത്തിനോടുള്ള താല്പര്യത്തിന്റെ കാര്യത്തിലും മനുഷ്യർ പലതരത്തിലാണ്. അത് ഈ ഹദീസിൽ നമുക്ക് കാണാം. വഹാദ യുഹിബ്ബു നാഖ, വഹാദ യുഹിബ്ബു അൽ ബഖർ, വഹാദ യുഹിബ് അൽ കദ വകദ. ഒരു വ്യക്തി ഒട്ടകങ്ങളെ ഇഷ്ടപ്പെട്ടു, മറ്റാള് പശു, മറ്റാളങ്ങനെ. وأن الناس ما يتفقون في حب المال كلهم. ഇപ്പോ സമ്പത്തിനോടുള്ള ഇഷ്ടത്തിൽ ഒരിക്കലും മനുഷ്യരെന്താണ് ഒരു യോജിപ്പിലാവിരിക്കില്ല. പലരും പല കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുക. ഇപ്പൊ ഒരു വ്യക്തിക്ക് കച്ചവടമാണ് കൂടുതൽ ഇഷ്ടം. കച്ചവടം എല്ലാവരും കച്ചവടം ചെയ്തു കഴിഞ്ഞാലോ ബാക്കി പണിയെടുക്കാനും ആളുണ്ടാവില്ല. അതേപോലെ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലാണ്, ഹുബ്ബുൽ മാലിന്റെ കാര്യത്തിൽ ഓരോന്നിലാണ് താല്പര്യം. അതേപോലെ തന്നെ വേറൊരു ഫായിദ ഖബൂലുൽ ഹദിയ, ഹദിയ സ്വീകരിക്കുക. ഖബൂൽ അൽ ഹദിയ. പതിനഞ്ചാമത്തെ ഫായിദ ഇസ്ബാത്തുൽ ഇറാദ ലില്ലാഹ്. ഇറാദ എന്ന് പറയുന്ന സിഫത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ഹദീസിലൂടെ സ്ഥിരപ്പെടുത്തും. എന്താണ് തെളിവ്? ഇസ്ബാത്തുൽ ഇറാദ ലില്ലാഹ്. ഹദീസിന്റെ തുടക്കത്തിൽ ഫഅറാദല്ലാഹു അൻ യബ്തലിയഹും, അല്ലാഹു തആല അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. അൽ ഇറാദ ഫഅറാദല്ലാഹു അൻ യബ്തലിയഹും. അല്ലാഹുവിന്റെ ഇറാദ, അല്ലാഹു തആലയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ സിഫത്ത് ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടു. 16ാമത്തത് ഇസ്ബാത്തു
രണ്ട് സിഫത്തുകൾ, അള്ളാഹുവിന്റെ രണ്ട് സിഫത്തുകൾ ഈ ഹദീസിലുണ്ട്. ഏതൊക്കെയാണ്? അർ-റിദാ വസ്സഖത്ത്. വസ്സഖത്ത് ഇസ്ബാത്തു സിഫത്തൈ അർ-റിദാ വസ്സഖത്ത്. അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ കോപവും, രണ്ട് സിഫത്തുകൾ ഈ ഹദീസിൽ സ്ഥിരപ്പെട്ടു. ഹദീസിന്റെ അവസാനത്തിൽ ഫഖദ് റളിയല്ലാഹു അൻക വസഖിത അലാ സാഹിബൈക. അർ-റിദാ വസ്സഖത്ത് ഖിലാഫൻ ലിമൻ ലിൽ അശാഇറ വൽ മുഅ്തസില. അശരികൾക്കും മുഅ്തസിലകളുടെ വിശ്വാസത്തിനെതിരായിക്കൊണ്ട് അർ-റിദാ വസ്സഖത്ത്. പിന്നെ 16 17 ഇന്ന ദുനിയാ ദാറു ബലാഇൻ. ദുനിയാവ് പരീക്ഷണത്തിന്റെ വീടാണ്. ഈ മൂന്ന് പേര് പരീക്ഷിക്കപ്പെട്ടതുപോലെ. ഇന്ന ദുനിയാ ദാറു ബല. 18ാമത്തെ ഫായിദ അദമു റദ്ദിൽ മസാകീൻ വൽ ഫുഖറാ. മിസ്കീനുകളെയും ഫുഖറാക്കളെയും മടക്കി അയക്കാതിരിക്കുക, ചോദിച്ചു വന്നാൽ കൊടുക്കുക. വഅന്ന ഹാദാ മിൻ ശുക്രി നിഅമ. മിസ്കീനുകൾക്കും ഫുഖറാക്കൾക്കും ഫക്കീറന്മാർക്കും കൊടുക്കുക എന്നുള്ളത് നിഅമത്തിനോട് ചെയ്യുന്ന ശുക്രിൽപ്പെട്ടതാണ്. 18ാമത്തെ ഫായിദ അൽ-ഇബ്തിലാഉ ബിസ്സിഹ വൽ മറദ്. ആരോഗ്യം കൊണ്ടും രോഗം കൊണ്ടും പരീക്ഷിക്കപ്പെടും. രോഗം കൊണ്ട് മാത്രമല്ല, ആരോഗ്യം കൊണ്ടും പരീക്ഷിക്കപ്പെടും. രോഗം കൊണ്ട് 3 പേര് പരീക്ഷിക്കപ്പെട്ടു. പിന്നെ അതിനുശേഷം അവർ ആരോഗ്യാവസ്ഥയിലായിരുന്നു. ആ ആരോഗ്യമുള്ള അവസ്ഥയിൽ അവർ പരീക്ഷിക്കപ്പെട്ടു. രോഗവും കൊണ്ടും അതുപോലെ ആരോഗ്യം കൊണ്ടും പരീക്ഷിക്കപ്പെട്ടു. കുഷ്ഠരോഗമുണ്ടായിരുന്ന ആള്, അതുപോലെ തന്നെ കഷണ്ടി ആയിരുന്ന ആള് ആ സമയത്ത് പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുശേഷം സിഹത്ത് നൽകി, ആരോഗ്യം നൽകി. ആ ആരോഗ്യാവസ്ഥയിലും പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ ആ രണ്ടുപേരും പരാജയപ്പെട്ടു. അപ്പോ ചിലപ്പോൾ പരീക്ഷണം എന്തായിരിക്കാം? നിഅമത്തായി മാറാം. അപ്പൊ ഫഖറിനേക്കാളും അല്ലെങ്കിൽ ദാരിദ്ര്യത്തെക്കാളും വലിയ പരീക്ഷണമാണ് എന്ത്? സമ്പത്ത്. ദാരിദ്ര്യത്തെക്കാളും വലിയ പരീക്ഷണമാണ് സമ്പത്ത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ അവന് അതിൽ സബ്ർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു സമ്പന്നനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സമ്പത്തിന്റെ അവസ്ഥയിൽ ചിലപ്പോൾ അവന് സബ്ർ ചെയ്യാൻ സാധിക്കില്ല. വളരെ കുറഞ്ഞ അളവിൽ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തി സബ്ർ ചെയ്യും. എന്നാൽ ധനികനെ സംബന്ധിച്ചിടത്തോളം സബ്ർ എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അള്ളാഹുവിന്റെ അടിമകൾ വെച്ച് ഏറ്റവും കൂടുതൽ ഹിദായത്ത് നൽകപ്പെട്ട ഒരു ഫുഖറാക്കളാണ് കൂടുതൽ ഹിദായത്ത് നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ. അതേസമയം ധനികരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹിദായത്ത് നൽകപ്പെട്ടത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. ദരിദ്രരായിട്ടുള്ള ആളുകളാണ് തുല്ലാബിൽ ഇൽമിൽ ഏറ്റവും കൂടുതൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കാണ് ആ കാര്യത്തിൽ കൂടുതൽ സബ്ർ നൽകിയിട്ടുള്ളത്. അതേസമയം ധനികരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊലബിൽ ഇൽമിൽ സബ്ർ ചെയ്യുന്നവർ വളരെ പ്രയാസമാണ്. ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം തൊലബിൽ ഇൽമിൽ സബ്ർ ചെയ്യാം. പക്ഷേ ധനികനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് കൊണ്ട് അവൻ അടുത്ത എന്താണ് ഇതിലേക്കാ നോക്കുക, കച്ചവടം ഏതാണ്, അടുത്തത് ഏതിലൂടെ എവിടെ ഷെയർ ഇട്ടാം, അത് വേണം. അപ്പൊ ആ കാര്യത്തിൽ ആള് തിരക്കിലായി പോകും, ഷുഗലായി പോകും. അപ്പൊ അങ്ങനെ പൈസ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം തൊലബിൽ ഇൽമിന്റെ കാര്യത്തിൽ സബ്ർ ചെയ്യുന്നത് വളരെ പ്രയാസമാണ്. ദരിദ്രരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് വേറെ ചിന്തയില്ല, വേറെ കാര്യങ്ങൾ ആലോചിക്കേണ്ടതില്ല. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തഅത്തിലായിക്കൊണ്ട് സബ്ർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഹദീസിലുള്ള വേറൊരു ഫായിദ അന്നൽ ഇൻസാൻ ലൗ തമന്ന അഹ്സനൽ അംവാൽ വ അഹ്സനൽ അഹ്വാൽ ഹാദാ മാ ഫി ഷൈ. ഒരു വ്യക്തി ഏറ്റവും നല്ല അവസ്ഥ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഏറ്റവും നല്ല സമ്പത്ത് ആഗ്രഹിക്കുക എന്നുള്ളത് തെറ്റല്ല. ഏതുപോലെ ഈ മലക്ക് ഈ 3 ആളുകളോട് ചോദിച്ചു, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതി എന്താണ് ദുനിയാവിൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഹാല് അത് ആഗ്രഹിക്കാം. അതുപോലെ ഏറ്റവും നല്ല സമ്പത്തും ആഗ്രഹിക്കാം. അത് ജായിസാണ്. ഇനി എത്രാമത്തെ ഫായിദ? 21 ജവാസുൽ മസാല ലിൽ ഹാജ. ആവശ്യത്തിനാണെങ്കിൽ ചോദിക്കാം. ഈ മിസ്കീനായ യാത്രക്കാരനായ മലക്ക്
ചോദിച്ചതുപോലെ ഹാജത്തിനാണെങ്കിൽ എന്ത് ചെയ്യാം, ജനങ്ങളോട് ചോദിക്കാം. ജവാസുൽ മസ്അല ലിൽ ഹാജ. 21 ഇആനത്തു ബിൻ സബീൽ അല്ലദീ ഇൻഖതഅത് ബിഹി സുബുൽ. അതായത് വഴിയാത്രക്കാരനെ സഹായിക്കുക. അയാളുടെ യാത്രക്കുള്ള എല്ലാ സംഗതികളും അയാൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു വഴിയാത്രക്കാരനെ സഹായിക്കാം. അത് ഈ ഹദീസിൽ നിന്ന് കിട്ടും. അവസാനത്തത് അസ്സിദ്ഖു ബറക, സത്യസന്ധത എന്നുള്ളത് ബറക്കത്താണ്. അന്ധനായ വ്യക്തി പറഞ്ഞതുപോലെ കുൻതു അഅമ ഫറദ്ദല്ലാഹു ഇലയ്യ ബസ്വരി, ഞാൻ അന്ധനായിരുന്നു, പിന്നെ അല്ലാഹു തആല എനിക്ക് കാഴ്ച നൽകി. ഇതെല്ലാം വരുന്നത് ഈ ബാബിലാണ്. ഏതാണ്? ഇദാഫത്തു നിഅമ ഇലല്ലാഹ്, നിഅമത്തിനെ അല്ലാഹുവിലേക്ക് ഇദാഫത്ത് ചെയ്യുന്ന ബാബിൽ വരുന്നതാണ് ഇതെല്ലാം. സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.